മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവും പൂനാർ മുൻ എം.എൽ.എയുമായ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ ജോർജ് ഇന്ന് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ജോർജിനെ തേടി പോലീസ് പലതവണ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും വിട്ടുനിന്ന പി.സി. ജോർജ് താൻ തിങ്കളാഴ്ച ഹാജരാകാമെന്നായിരുന്നു പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്റ്റേഷനിൽ ഹാജരാകാതെ അഭിഭാഷകനും ബി.ജെ.പി. നേതാക്കൾക്കുമൊപ്പം മജിസ്ട്രേറ്റിന് മുന്നിലാണ് പി.സി. ജോർജ് എത്തിയത്. ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത്. 30 വർഷത്തോളം എം.എൽ.എ. ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന പി.സി. ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്ന് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ച കാര്യം തന്നെയായിരുന്നു. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുത് എന്നുള്ള കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചത് എന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. പി.സി. ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നും കോടതി പറയുന്നുണ്ട്. സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്നുള്ള കേസിൽ പി.സി. ജോർജിനെ മുമ്പും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പി.സി. ജോർജ് മാപ്പ് പറഞ്ഞിട്ടും അറസ്റ്റിലൂടെ വിഷയം സജീവമാക്കി നിർത്തി കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണവുമായി മകൻ ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. ഈരാറ്റുപേട്ട CIയുടെ ഓഫീസ് പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. മുനിസിപ്പാലിറ്റി അടക്കം ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ് എന്ന് മകൻ പറയുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി സ്നേഹിച്ച ഒരു സമൂഹം വഴിതെറ്റി പോകുന്ന സാഹചര്യം ഉണ്ടായി. അവരിൽ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് പറയാനും ഈ നാടിന് ആപത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ 30-ലധികം വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നേടിയെടുത്തേ പറ്റുള്ളൂ എന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു. നിയമത്തെ നിയമം കൊണ്ട് തന്നെ നേരിടും. തീവ്രവാദ സംഘടനകൾക്കെതിരെ പി.സി. ജോർജിന്റെ പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പോരാട്ടം അദ്ദേഹം തുടരുകയും ചെയ്യും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഹാജരാകുമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവർ മറുപടി തന്നിട്ടില്ല എന്നായിരുന്നു ഷോൺ പറഞ്ഞിരുന്നത്. ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നും ഷോൺ ജോർജ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു.